അപ്പോൾ കമോൺ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നാട്ടിലാണ്. എല്ലാവരുമായിട്ട് ഒന്ന് വൈകിട്ട് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. വീട്ടിലിരുന്ന് ഇങ്ങനെ ചടപ്പല്ലേ. അപ്പോൾ നമ്മൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ബ്ലോക്കാണ്. 2 ദിവസമായി നാട്ടിൽ വന്നിട്ട് ഇനി തിരിച്ചു പോയതിന് ശേഷം ട്രിപ്പൊക്കെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളൊരു 1 വീക്കിൻ്റെ ഒരു ചാലഞ്ച്, അല്ലെങ്കിൽ 1 വീക്ക് കൊണ്ട് നമുക്ക് മാക്സിമം ഏണിങ്സിനെ പറ്റിയിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ചെന്നിട്ട് നമുക്കൊരു 1 വീക്ക് സ്റ്റാർട്ടിങ് മുതൽ ഏണിങ്സിൻ്റെ അതിൻ്റെ ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അത് നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. 1 വീക്ക് മാക്സിമം നമ്മൾ റൺ ചെയ്തിട്ട് എങ്ങനെയാണ് ഏണിങ്സ് കിട്ടുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട്. ഓക്കെ, ലീവ് ഇറ്റ്. അത് ഒന്നുമില്ല, നമ്മളിപ്പോൾ ജസ്റ്റ് ഫാമിലി ആയിട്ടൊന്ന് ഔട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു വ്ളോഗ്. ഓക്കെ, പിന്നെ ഒന്നാമത്തെ കാര്യം, ഇവിടെ അടുത്ത് നമ്മൾ ഇവിടെ ഫാമിലി എല്ലാവരും പോക്ക് ഇവിടെ ഫോർമാൾ ഉണ്ട് എടപ്പാൾ. അപ്പോൾ അവിടെയാണ് എല്ലാവരും പോക്ക്. ഒരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങോട്ടാണ് പോക്ക്. പിന്നെ അതിൻ്റെ അകത്താണ് നമ്മൾ നെക്സ്റ്റ് ഹൈപ്പർ മാർക്കറ്റ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വല്ലാതെ പോക്കില്ല. ഓക്കെ, അത് നമ്മുടെ എവിടെയാണ് പെരുമ്പ്ലാവ് നമുക്ക് കുന്നംകുളത്ത് നിന്ന് വരുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും, പിന്നെ എടപ്പാൾ ഭാഗത്തു നിന്ന് പോകുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും, പട്ടാമ്പി ഭാഗത്തു നിന്ന് പോകുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും അടുത്താണ് നമ്മളെ പെരുമ്പ്ലാവ്. അപ്പോൾ പെരുമ്പ്ലാവ് ഒരു പുതിയ മോൾ വന്നിട്ടുണ്ട്, ഫാൾക്കൺ മോൾ. അപ്പോൾ അതിനകത്ത് കൂടുതൽ ഷോപ്സ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല നിലവിൽ. ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പും പിന്നെ അതേപോലെ തന്നെ ടോയ്സ്, കുട്ടികൾക്ക് ഒരു പ്ലേ ചെയ്യുന്നൊരു അങ്ങനത്തെ ഒരു ഷോപ്പും പിന്നെ അതേപോലെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടു. ഞാൻ കുറച്ച് റീലൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ വെറുതെ നിൽക്കാം. അപ്പോൾ വീട്ടിൽ തോരക്കിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഒതുങ്ങിയിരിക്കും. അപ്പോൾ വീട്ടിൽ തോരക്കേറ്റ് ഒന്ന് പുറത്ത് പോയിട്ട് മാളിലൊക്കെ പോയിട്ട് എങ്ങനെയാണ് ഡീറ്റെയിൽസ് എല്ലാം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ അവിടുന്ന് മഴത്തൂർ താത്താൻ്റെ വീട് അവിടെയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ താത്താൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോകണം, കുറേ പോയിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് അതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, എല്ലാവരും കീപ്പ് വാച്ചിങ്. അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് നമ്മുടെ സെൻറ്ററിൽ എത്തിയിട്ടുള്ളൂ. ഉമ്മാക്ക് അവിടെ നിന്ന് ഇറങ്ങാണ്ടായിരുന്നു. പിന്നെ അത് ചെറുത് അപ്പോൾ ഒരു ബോൾ വാങ്ങിച്ചു. ഇതും കൂട്ടിയിട്ട് 36ാമത്തെ ബോളാണ് വാങ്ങുന്നത്. ബോളിൻ്റെ പ്രാന്തനാണ് അവന്. ഓക്കെ, ഞങ്ങളെ കണ്ടില്ല, മാച്ചേറുള്ള ഡ്രസ്സാണ് എപ്പോഴും ഇടുക. അപ്പോൾ എന്തായാലും ഇനി നേരെ നമുക്ക് മാളിൽ പോയിട്ട് അവിടുത്തെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. നമ്മൾ കയറി വരുന്നൊരു എൻട്രൻസ് ഉണ്ട് ആ ഒരു ഭാഗത്തായിട്ട്. അപ്പോൾ അവിടുന്ന് ഏകദേശം ഇപ്പുറത്തെ ഒരു പറമ്പിലായിട്ടാണ് ഏകദേശം പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാക്സിമം അവിടെ ആൾക്കാർ കയറി വരുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുക, മാക്സിമം ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ വന്നിട്ട് ഇവിടെ കാറ് പാർക്ക് ചെയ്താൽ മതി. ഈ ഒരു ഗേറ്റിൽ ഇതിങ്ങനെ വളഞ്ഞ് വന്നിട്ട് ഇവിടെ പാർക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഫാമിലീനെ അവിടെ ഇറക്കിയിട്ട്, ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർ ഫാമിലിനെ അവിടെ ഇറക്കിയിട്ട് വേണം പിന്നെ അങ്ങോട്ട് വരാൻ. അവിടെ നിന്ന് കയറി വരുന്ന സ്ഥലത്ത് അവിടെ നിർത്തിയാൽ മതി. അവിടെ നിർത്തിയിട്ടുണ്ട് വന്നാൽ മതി. ഇവിടെ ഏകദേശം ചെറിയൊരു സ്പേസ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ അവിടെ കുറച്ച് ആൾക്കാർ കയറുള്ളൂ. അപ്പോൾ അവിടെ മാക്സിമം ഈ വണ്ടികൾ വരുന്ന സ്ഥലമില്ല, അവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ട് കയറി വരുന്നതാണ് ഏറ്റവും ബെറ്റർ. അവിടെ നിർത്തിയിട്ട് ആ റൂട്ടിൽ നിന്ന് ഇതാണ് എൻട്രൻസ്. അപ്പോൾ ഇവിടുന്ന് കയറുമ്പോൾ ഇവിടെ നിർത്തിയിട്ട് ഫാമിലിയൊക്കെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം പിന്നെ നേരെ അങ്ങോട്ട് പോവുക. അവിടെ അങ്ങനെ പോയി വളഞ്ഞിട്ട് വേണം പിന്നെ ആ പറമ്പിൽ പോയിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ സ്പേസ് ഉണ്ട്, പക്ഷേ കുറച്ച് വണ്ടികളും ഫില്ലാവുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാൾക്കൺ മാൾ. ഓക്കെ, ഇവിടുന്ന് കയറി വരുമ്പോൾ തന്നെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്. അതൊന്നും ഓപ്പൺ ആയിട്ടുള്ള തോന്നുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് മെൻഡ് പറഞ്ഞിട്ട് ഒരു ഡ്രസ്സിങ് ഷോപ്പുണ്ട്. പിന്നെ ഈ സൈഡിൽ ലെൻസ് കാർട്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ കമ്മിങ് സൂണാണ് വരുന്ന വിചാരിക്കുക. പിന്നെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റൈൽ യൂണിയൻ ഉണ്ട്, അത് ഓപ്പൺ ആണ് ഏകദേശം. പിന്നെ ഒരുപാട് ഷോപ്സ് ഇവിടെ പെൻഡിങ് ആണ്, വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാതും പെട്ടെന്ന് ക്ലിയർ ആണെന്ന് വിചാരിക്കാം. പിന്നെ അവിടെ നമ്മൾ മുകളിൽ പോകുമ്പോൾ ഫസ്റ്റ് തന്നെ ഒരു തിയേറ്റർ ഉണ്ട്, മാജിക് ഫ്രെയിംസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ മുകളിൽ ഏറ്റവും ടോപ്പിൽ പോകുമ്പോൾ അവിടെ ആയിട്ടാണ് അത് വരിക. അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികൾക്കൊരു പ്ലേ ഏരിയ കാര്യങ്ങളൊക്കെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുണ്ട്. പിന്നെ അങ്ങനെ ഏറ്റവും ടോപ്പിലാണ് ഫുഡ് കോർട്ട് ഉള്ളത്. ഇന്നിപ്പോൾ ബുധനാഴ്ച ആയിട്ട് നല്ല അത്യാവശ്യത്തിന് തിരക്കുണ്ട്. ഇപ്പോൾ ബുധനാഴ്ചയാണ്, എന്നിട്ട് കൂടി അത്യാവശ്യത്തിന് നല്ല ക്രൗഡുണ്ട്. ഒരു ശനി ഞായറൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓവർ ക്രൗഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഇതിനെ ഇപ്പോൾ ഷോപ്സും കാര്യങ്ങളൊന്നും ഓപ്പൺ ആയിട്ടില്ല, എന്നിട്ട് തന്നെ അത്യാവശ്യത്തിന് നല്ല ക്രൗഡുണ്ട്. വാഷ്റൂമും കാര്യങ്ങളൊക്കെ അത്യാവശ്യത്തിന് ഭയങ്കര നീറ്റായിരുന്നു. പിന്നെ ഫുഡ് കോർട്ടിലോട്ട് മാറി. ഫുഡ് കോർട്ടിൽ നിന്ന് നമ്മൾ
ഉമ്മാക്ക് ഒരു ബബിൾ ടീ പറഞ്ഞു. ഉമ്മാക്ക് അതും പിന്നെ നമ്മൾ ചിക്കനിൽ നിന്ന് കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ പിന്നെ ചായയൊക്കെ അടിച്ചു. അങ്ങനെ ഫുഡ് കോർട്ടിൽ നിന്ന് അത്രയൊക്കെ തന്നെ ഉള്ളൂ, വേറൊന്നും കാര്യമായിട്ടൊന്നും കഴിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഏറ്റവും താഴെയാണ് നെക്സോസ് ഹൈപ്പർ മാർക്കറ്റ് വരുന്നത്. ഓക്കെ, അവിടെ ഇറങ്ങി. അവിടെ അങ്ങനെ ഇറങ്ങിയിട്ട് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ മാള് കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പോയത്. അങ്ങനെ കൂടുതൽ ഷോപ്പിംഗ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പോകുന്ന വഴിക്ക് ഇവിടെ മീറ്റ്, ഫിഷ്, പിന്നെ അതുപോലെ തന്നെ കാര്യങ്ങൾ എല്ലാതും ഉണ്ട്. ഫ്രഷ് ഐറ്റംസ് എല്ലാതും ഉണ്ട്. പിന്നെ വെജിറ്റബിൾസ് സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യത്തിന് ഓഫേഴ്സ് ഉണ്ട്. ഓക്കെ, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നല്ലൊരു ഓഫർ എന്നൊന്നും പറയാനുള്ള അത്രയ്ക്ക് ഓഫേഴ്സും കാര്യങ്ങളൊന്നുമില്ല. ചില ഐറ്റംസിന് 50% ഒക്കെ ഓഫർ ഉണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാ ഐറ്റംസും ഫ്രഷും വെജിറ്റബിൾസും കാര്യങ്ങൾ ഒക്കെ എല്ലാതും ഉണ്ടായിരുന്നു. ഒന്നിനും കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവൾക്ക് പിന്നെ ഡ്രോയിങ്ങിൻ്റെ ബുക്ക്, ആളൊരു കലാകാരിയാണ്. അപ്പോൾ അവളുടെ കല ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രോയിങ്ങിൻ്റെ ബുക്ക് കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്തായാലും. ഓക്കെ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി. അങ്ങനെ കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് കറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് പെട്ടെന്ന് ഇറങ്ങാൻ നോക്കി. ഓക്കെ, കലാകാരിയാവോ? പിന്നെ വെജിറ്റബിൾ സെക്ഷനിൽ ഈ ഒരു സംഭവം അത് അടിപൊളിയായിട്ടോ, ഒരു മരം വന്നത്. പിന്നെ കുറച്ച് നട്ട്സ് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ ഈ മരത്തിൻ്റെ അവിടെ നിന്നിട്ട് ഞങ്ങൾ ഒരുപാട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. നല്ലൊരു വ്യൂ ആയിരുന്നു. ആ ഒരു വാൾപേപ്പർ പോലത്തെ ഒരു വർക്കും അടിപൊളിയായിരുന്നു. പിന്നെ ഇവളുടെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു, അവളുടെ പെങ്ങളുടെ. അവരൊക്കെ അവിടെ മീറ്റ് ചെയ്തപ്പോൾ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ആ ഒരു ടൈമിൽ ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയും ചെയ്തു. വെജിറ്റബിൾ സെക്ഷൻസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യത്തിന് ക്രൗഡഡ് ആയിരുന്നു. അങ്ങനെ ഗൈസ്, അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുന്നു. ടൈം ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇനി കൊച്ചിയിലെത്തിയിട്ട് കാണാം ഗൈസ്.